വെൽക്കം ടു ദിസ് വീഡിയോ. കുറച്ചാളായി നമ്മൾ മാത്സിൻ്റെ ടോപ്പിക്കിലേക്ക് വന്നിട്ട് ഇന്ന് ഞാൻ മാത്തിൻ്റെ പോളിനോമിയൽസിൻ്റെ ചെറിയൊരു എക്സ്റ്റൻഷനിലേക്കാണ് വരുന്നത്. ബട്ട് ഇത് യൂസിങ് പൈത്തൺ വെച്ചിട്ട് പോളിനോമിയൽസിൻ്റെ ഡിഫൈനിങ് പിന്നെ റൂട്ട് കണ്ടുപിടിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പോളിനോമിയലിൻ്റെ ഡിഫൈനിങ് ആണ്. അപ്പോൾ ഹൗ ടു ഡിഫൈൻ എ പോളിനോമിയൽ ഇൻ പൈത്തൺ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നംപൈയിലെ പോളിനോമിയൽസ് എന്ന് പറയുന്ന ലൈബ്രറിയാണ്. അപ്പോൾ നംപൈ ഡോട്ട് പോളിനോമിയലിൽ നിന്ന് നമ്മൾ പോളിനോമിയൽ ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന പോളിനോമിയൽ 1 + 2 + 3x² ആണ്. ഓക്കെ, അതായത് നമ്മൾ നോർമലി എഴുതുന്ന ഓർഡറിലല്ല ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ലോവസ്റ്റ് ഓർഡറിൽ നിന്ന് ഹൈയസ്റ്റ് ഓർഡറിലേക്ക്. ഓക്കെ, അപ്പോൾ 1 + 2 + 3x² നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ജസ്റ്റ് പോളിനോമിയലോ ആ കോഎഫിഷ്യൻസ് പറഞ്ഞെടുത്താൽ 1, 2, 3. ദെൻ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 1 + 2 + 3x². ഓക്കെ, ഇനി ഈസിയാണ് ഇതിൻ്റെ വാല്യൂ, അതായത് ഈ പോളിനോമിയലിൻ്റെ വാല്യൂ അറ്റ് 5 കണ്ടുപിടിക്കാനാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ പോളിനോമിയൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വേരിയബിൾ p ആണ്. ജസ്റ്റ് p(5) കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രിന്റ് p(5) കൊടുത്തു കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് എ പോളിനോമിയൽ അറ്റ് 5. ഓക്കെ, സപ്പോസ് ഇനി നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യണം, അതായത് നമ്മൾ ഈ എഴുതുന്ന ഓർഡറിൽ തന്നെ ഡിഫൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് എനിക്കിപ്പോൾ ഡിഫൈൻ ചെയ്യേണ്ടത് 1x² + 2 + 3. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നമ്പറിൽ നിന്ന് തന്നെ പോളി 1d എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ നോക്കാം, നമ്മൾ p(old) = അത് നമ്മൾ ജസ്റ്റ് അസൈൻ ചെയ്യുന്നതാണ് np.poly 1d. ദെൻ അഗൈൻ കോഎഫിഷ്യൻസിനെ നമ്മൾ പറഞ്ഞോളൂ 1, 2, 3. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ഇതാണ് 1x² + 2x² 3. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പ്രിന്റ് p(old) എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1x² + 2x². നെക്സ്റ്റ് നമുക്കിപ്പോൾ ഒരു പോളിനോമിയലിനെ നമുക്കൊരു വേരിയബിൾ മാറ്റി ഡിഫൈൻ ചെയ്യണം. അതായത് നമ്മൾ എക്സിൽ എഴുതുന്നതിന് പകരം നമുക്ക് പോളിനോമിയൽ ഒരു ക്യൂവിൽ അല്ലെങ്കിൽ വൈയിൽ നമുക്ക് എഴുതാം. എന്നിട്ട് നമുക്ക് സിംപൈ എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പ്രോപ്പർ ഇമ്പോർട്ട്സ് ഒക്കെ ചെയ്യുന്നു. ദെൻ x = സിംബൽസ് ഓഫ്, ഇതിനകത്ത് നമ്മൾ ഏത് വേരിയബിളിലാണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ക്യൂവിലാണ് മെൻഷൻ ചെയ്യുന്നത്. ദെൻ ഞാൻ പോളിനോമിയൽ ഡിഫൈൻ ചെയ്യാണ്, പോളി ഓഫ് x² + 2x + 1. ദെൻ നമ്മളിപ്പോൾ പോളിനോമിയൽ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആണ് q² + 2q + 1. ഇവിടെ ഏത് വേരിയബിളിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നും ഇവിടെ ഡൊമൈൻ എന്ന് ഉദ്ദേശിക്കുന്ന കോഎഫിഷ്യൻസിന്റെ ഡൊമൈൻ ആണ്. ഇവിടെ എല്ലാം ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ടാണ് z എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി കോഎഫിഷ്യൻസ് നോക്കി കഴിഞ്ഞാൽ ഈ പോളിനോമിയൽ ഡോട്ട് കോഎഫിഷ്യൻസ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിന്റെ കോഎഫിഷ്യൻസ് ഡയറക്റ്റ് കാണാൻ പറ്റും 1, 2. അടുത്ത ടോപ്പിക്ക് നമുക്കിപ്പോൾ സപ്പോസ് ഒരു എക്സ്പ്രഷൻ ഡിഫൈൻ ചെയ്യണം. അതിങ്ങനെയാണ് f(xy). ഇതിന്റെ വേരിയബിൾസ് എക്സിന് വൈയിലുണ്ട്. അപ്പോൾ f(xy) = x² + 2xy + y². ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ സിംപൈ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുക. ഫസ്റ്റ് xy = സിംബൽസ്. ദെൻ അത് സ്ട്രിംഗ് ആയിട്ട് xy നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ദെൻ നമ്മൾ എക്സ്പ്രഷൻ ഡിഫൈൻ ചെയ്യാണ് x² + 2xy + y². ഇനി നമുക്ക് ഇതിനെ മൾട്ടിവേരിയറ്റ് പോളി ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാം. ലെറ്റ് p = നമ്മൾ പോളി ഓഫ് എക്സ്പ്രഷൻ കൊടുക്കുന്നു, ഡിഫൈൻ ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ. ദെൻ ഏതൊക്കെ വേരിയബിൾസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു x, y. ദെൻ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം പോളിനോമിയൽ ആ എക്സ്പ്രഷൻ വന്നിട്ടുണ്ട് അവിടെ, ദാറ്റ് ഈസ് x² + 2xy + y². ദെൻ നേരത്തെ ഏതൊക്കെ വേരിയബിൾ ആണ്, പിന്നെ ഓഫ് കോഴ്സ് അവിടെ ഡൊമൈനും മെൻഷൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഡിഗ്രി, ടോട്ടൽ ഡിഗ്രി നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സപ്പോസ് ടോട്ടൽ ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടോട്ടൽ ഡിഗ്രി കിട്ടും എക്സ്പ്രഷന്റെ. ദെൻ നമുക്കൊരു പെർട്ടിക്കുലർ വേരിയബിളിന്റെ, അതായത് ഡിഗ്രി ഓഫ് x അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് y അങ്ങനെ കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് p.degree ഓഫ് ദാറ്റ് വേരിയബിൾ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, അത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, നൗ നമുക്കിപ്പോൾ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഈ എക്സ്പ്രഷന്റെ വാല്യൂ അറ്റ് x = 1 ആൻഡ് y = 2 അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് p.subs യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പ്രിന്റ് p.subs, ദെൻ എക്സിന്റെ വാല്യൂ എന്താണോ അത് മെൻഷൻ ചെയ്യുന്നു x:1, ദെൻ വൈയുടെ വാല്യൂ y:2 എന്ന് മെൻഷൻ ചെയ്യുന്നു. ദെൻ നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഇറ്റ്സ് 9. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഇറ്റ്സ് മെയിൻ നമ്മൾ പോളിനോമിയലിന്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത്. റൂട്ട് മീൻസ് വിച്ച് കിൽസ് ദാറ്റ് പോളിനോമിയൽ. അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇൻബിൽറ്റ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പോളിനോമിയലിനെ ഡിഫൈൻ ചെയ്യുന്നു. p = പോളിനോമിയൽ ഓഫ് ദിസ് പോളിനോമിയൽ ആൻഡ് ഇതിന്റെ കോഎഫിഷ്യൻസ് നമുക്ക് -1, 2, 3 ആണ്. ദെൻ p.റൂട്ട്സ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അതിന്റെ റൂട്ട്സ് കിട്ടും. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ആണ്. സോ നമുക്ക് ഇവിടെ 2 റൂട്ട്സ് ഉണ്ട്, അറ്റ്മോസ്റ്റ് 2 റൂട്ട്സ് ആണ് നമുക്ക് ഇവിടെ വരിക. ഇനി നമുക്ക് ഡയറക്റ്റും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നംപൈ യൂസ് ചെയ്തിട്ട് np.റൂട്ട്സ് ഓഫ് ഡയറക്റ്റ് കൊടുത്താൽ നമുക്ക് ആ പോളിനോമിയലിന്റെ റൂട്ട്സ് കിട്ടും. ഒരു ഓൾട്ടർനേറ്റ് അപ്രോച്ചും കൂടെ നമുക്ക് സിംപൈ ലൈബ്രറി യൂസ് ചെയ്ത് ചെയ്യാം. സിംപൈന്ന് നമ്മൾ സിംബൽസും സോൾവും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നു x = സിംബൽസ് ഓഫ് x. നമ്മൾ എക്സിലുള്ള ഒരു പോളിനോമിയലിനെ ഡിഫൈൻ ചെയ്യുന്നു. ആ എക്സ്പ്രഷൻ 3x² + 2x - 1 ആണ്. ദെൻ റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട്സ് = സോൾവ്, ദെൻ മെൻഷൻ ചെയ്ത് കൊടുക്കുക എന്താണ് നമ്മുടെ പോളിനോമിയൽ. നമ്മുടെ പോളിനോമിയൽ ഇപ്പം എക്സ്പ്രഷൻ EXPR-ലാണുള്ളത്. സോ EXPR, ഏത് വേരിയബിളിലാണുള്ളത് x. ഓക്കെ, ദെൻ പ്രിന്റ് റൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അതിന്റെ ആൻസർ നമുക്ക് അവിടെ
കാണാൻ പറ്റും. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ ടോപ്പിക്സ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. നമുക്ക് ഇതിന് അഡ്വാൻസ് ടോപ്പിക്കിലേക്ക്, ഇത് അനലറ്റിക്സിൻ്റെ ബേസിക് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മേലേക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക്, ഫിറ്റിംഗ് ദ കർവ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റും. ദെൻ ഇൻറ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ അങ്ങനത്തെ ടോപ്പിക്സിലേക്കെല്ലാം നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക. മേ ബി ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുക കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ്, ചെറിയ ക്ലാസ്സിലെ സ്റ്റുഡൻസ്. വലിയ ആൾക്കാർക്ക് ഇത് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ ടീച്ചേഴ്സിന് മേ ബി ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യേണ്ട കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കേസിൽ ജസ്റ്റ് വാല്യൂ മാറ്റി കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.